അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ 3 വിശദീകരണങ്ങൾ ഇതിനകം നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നു. നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ ജിതേഷ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ജിതേഷിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് സുനിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയല്ലേ ഇന്ന് നിയമസഭയിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറയുന്നത്? അതായത് 2010 ജനുവരി 11 ജോസഫ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ഭിന്നശേഷി പെൻഷന് അപേക്ഷ നൽകിയത് മുതലുള്ള കഥകൾ ഇങ്ങനെ വിവരിക്കുകയാണ്. 3 തവണ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് എഴുതി വെച്ച കുറിപ്പിൽ സർക്കാരിനെ പരാമർശിക്കുമ്പോൾ അതങ്ങ് റദ്ദാക്കുന്ന തരത്തിലുള്ള ഇതുവരെ ശ്രീ കെ പ്രേംകുമാർ നടത്തിയ ന്യായീകരണം, സഭയിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ നടത്തിയ ന്യായീകരണം, ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സമരമുയർന്നപ്പോൾ നടത്തിയ ന്യായീകരണം, അതുകൂടി വെച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് എത്താൻ കഴിയുന്ന ഒരു നിഗമനം എന്താണ്? ഈ ആത്മഹത്യ അതിന് സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്നുള്ള ഒരു കൈകഴുകലല്ലേ ഇവിടെ സംഭവിക്കുന്നത്? അല്ല, അത് ഗവൺമെന്റ് പറയുന്നത് തീർത്തും നിരുത്തരവാദപരമായിട്ടാണ്. ഇവിടെ ഈ സാധുവിൻ്റെ ആത്മഹത്യയിൽ ഗവൺമെന്റിനാണ് ഉത്തരവാദിത്തമുള്ളത്. കാരണം ഗവൺമെന്റ് സമയാസമയങ്ങളിൽ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് ഈ പെൻഷനും അതുപോലുള്ള ആനുകൂല്യങ്ങളും കിട്ടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരുപാട് സാധുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ പ്രേംകുമാർ പറഞ്ഞു, അദ്ദേഹത്തിന് ഡിസംബറിൽ പൈസ കിട്ടിയിട്ടുണ്ട്. ഡിസംബറിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്. ഏത് പൈസയാണ് കൊടുത്തത്? ഓഗസ്റ്റിൽ കൊടുക്കേണ്ട പൈസയുടെ കുടിശ്ശികയാണ് ഡിസംബറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റിൽ കൊടുക്കേണ്ട പണം ഡിസംബറിൽ കൊടുത്താൽ ഡിസംബറിലെ പൈസ അല്ല അത്. അതിനിടയിലുള്ള മാസങ്ങളിലും അയാളുടെ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ കുടിശ്ശികയാണ്, ഓഗസ്റ്റിലെ കുടിശ്ശികയാണ് ഡിസംബറിൽ കൊടുക്കുന്നത്. പിന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞു. അതും വെരിഫൈ ചെയ്യേണ്ട സംഗതികളാണ്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് അതും കുടിശ്ശികയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇത്ര വലിയ എമൗണ്ടൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ കിട്ടുന്നത് കുടിശ്ശികയായിട്ടാണ്. അപ്പോൾ ഈ സാധുക്കൾ കടയിൽ നിന്ന് പറ്റ് വാങ്ങിയിട്ടും അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. ഈ കിട്ടുന്ന പണം കടം വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ജോസഫിൻ്റെ കാര്യം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കിടപ്പ് രോഗിയാണ്, മകൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയാണ്, 42 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്കൊക്കെ ചികിത്സയും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ഇദ്ദേഹം ഈ പെൻഷൻ കിട്ടാത്തതാണ് എൻ്റെ മരണകാരണമെന്ന് പറയുമ്പോൾ ഒരാളങ്ങനെ മരണം കൊണ്ട് കളിക്കൂ? ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഒന്ന് പ്രതിക്കൂട്ടിലാക്കിയേക്കാം. ഞാൻ മരിച്ചിട്ട് ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കട്ടെ എന്ന് ഒരു ബോധമുള്ള ഒരാൾ ചിന്തിക്കും. നിവൃത്തികേട് കൊണ്ടാണ് അദ്ദേഹം ഈ സംഗതി പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തത്. ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. നിങ്ങൾ ഗവൺമെന്റ് നടപടികൾ മൂലം ആത്മഹത്യകൾ സംസ്ഥാനത്ത് പെരുകല്ലേ? കുട്ടനാട്ടിലെ കർഷകൻ എന്തിനാ ആത്മഹത്യ ചെയ്ത്? നിങ്ങൾ കൊടുത്ത PRS പാഡി റെസിപ്റ്റ് ഷീറ്റ് അതുകൊണ്ട് അയാളെ കടക്കാരനാക്കി. അയാൾ നല്ല നെല്ല് സർക്കാരിന് തന്നിട്ട് നിങ്ങൾ അയാൾ ബാങ്കിലെ കടക്കാരനാക്കി. അയാൾക്കൊരു ബാങ്കിൽ നിന്നും ലോൺ കിട്ടാത്ത സ്ഥിതി ഉണ്ടായി. ആരുടെ ആക്ഷനാണ്? ഗവൺമെന്റിന്റെ നടപടിയാണ്. അയാൾ ഉണ്ടാക്കിയ നെല്ല് വളരെ കൃത്യമായി സർക്കാരിന് കൊടുത്തതാണ്. അതിന് പൈസ കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ലോൺ എടുത്തു കൊടുത്തു, ലോൺ സമയത്തിന് നിങ്ങൾ വീട്ടാത്തതുകൊണ്ട് അയാളെ കടക്കാരനാക്കി, അയാളെ പിന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തി അയാൾക്ക് ലോൺ കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് തോറ്റുപോയി സഹോദര എന്ന് പറഞ്ഞിട്ട് കുട്ടനാട്ടിലെ പ്രസാദ് ആത്മഹത്യ ചെയ്ത്. അതിൻ്റെ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് ആദ്യ ഗഡു കിട്ടിയിട്ട് വീട് പണിതീരാത്ത വീടായി ഇങ്ങനെ നിൽക്കുകയാണ്. അത് പൂർത്തീകരിക്കാൻ നിർവാഹമില്ലാതെ മറ്റൊരു സാധു ആത്മഹത്യ ചെയ്തത് പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരിൽ. അപ്പോൾ ഈ സംഗതി ഒരു പുതിയ സംഭവമല്ല. എന്നിട്ടും അതിനെ ന്യായീകരിക്കുകയും ഇതിന് എങ്ങനെ ഇത് സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെ ഗവേഷണം നടത്താൻ കഴിയുമോ അതൊക്കെയാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഭരണകക്ഷിയും ഇപ്പോൾ അതിനുവേണ്ടി ന്യായീകരിക്കുന്ന MLA-മാരൊക്കെ ചെയ്യുന്നത്. ഇത് വളരെ മോശമാണ്. കാരണം സാമ്പത്തിക സ്ഥിതി സംസ്ഥാന സർക്കാരിൻ്റെത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇന്ന് രാവിലെ ഒരു ചോദ്യോത്തരം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ കേരളീയം നടത്തിയത് വലിയ മേനിയായിട്ട് മുഖ്യമന്ത്രിയും മറ്റും പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഗവൺമെന്റിന് പ്രയോറിറ്റി ഉണ്ടാകണം. ഈ പാവങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് ആദ്യം തടയാൻ കഴിയണം. അത് കഴിഞ്ഞിട്ടല്ലേ കേരളീയം. കേരളത്തിൻ്റെ നേട്ടവും കേരളത്തിൻ്റെ സമൃദ്ധിയും ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിന് നമുക്കൊക്കെ സന്തോഷമല്ലേ? കേരളം നിങ്ങളത് മാത്രമല്ലല്ലോ, കേരളം എല്ലാവരുടേതുമാണ്. പക്ഷേ ഒരു നാട്ടിലൊരു വറുതിയും പ്രതിസന്ധിയും വരുമ്പോൾ ആദ്യം തീർക്കേണ്ട പ്രശ്നം ഏതാണ്? ആദ്യം തീർക്കേണ്ട പ്രശ്നം ഈ പട്ടിണി പാവങ്ങളുടെ പെൻഷനാണ്. അത് കൊടുത്തിട്ട് അതുപോലെ താലൂക്ക് സർക്കാർ ആശുപത്രികളിലെ മരുന്നാണ്. അതൊക്കെ കൊടുക്കാൻ ബാക്കി വെച്ചിട്ട് നിങ്ങൾ കേരളീയ ആഘോഷിച്ചാൽ അത് ശരിയല്ലാന്ന് ഞങ്ങൾ പറയും. അതേ പറയും. You are watching Reporter Evening Show.